തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കാനിംഗിൽ പിഴവെന്ന പരാതി. കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്കെത്തിയ യുവാവിന് ഗർഭപാത്രമുണ്ടെന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. കഴക്കൂട്ടം സ്വദേശി ഷിഹാസിനാണ് ദുരനുഭവമുണ്ടായത്. ഫെബ്രുവരി മാസം നടത്തിയ സ്കാനിംഗ് റിപ്പോർട്ട് മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചപ്പോഴാണ് പിഴവ് പുറത്തുവന്നത്. പ്രിന്റിംഗിൽ വന്ന പിശകെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലും യുവാവ് പരാതി നൽകിയിരിക്കുകയാണ്. എവിടെ പോയി? നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എടു. നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് തരാത്ത കാര്യം എന്ത്? നിങ്ങൾ പഴയ റിപ്പോർട്ട് ചോദിക്കും. നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തിൽ എഡിറ്റ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്കാനിങ് ചെയ്ത എന്തൊരു ഉദ്ദേശത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തു അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് കൊണ്ട് എന്റെ തന്നതോ? അണ്ണാ സംസാരിക്കല്ലോ, കൂടെ സംസാരിക്കല്ലോ. പറഞ്ഞ മനസ്സിലായ? കാരണം കൂടെ മനസ്സിലായ എന്തേ അടിക്കണോ നിന്നെ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ എനിക്ക് കൊണ്ട് തന്നാ? നീ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ എനിക്ക് കൊണ്ട് തന്നത്? എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ കൊണ്ട് തന്നാ? ഇതില്ലേ നിങ്ങൾ ചെയ്യാതെ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ എന്റെ കയ്യിൽ എത്തിയെന്നാണ് ഞാൻ ചോദിക്കണ. നിങ്ങൾ എഡിറ്റ് ചെയ്യാതെ എങ്ങനെ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കണ. പിന്നെ നിങ്ങൾ ആരെഡിറ്റ് ചെയ്ത് പിന്നെ എന്റെ കൊണ്ട് തന്നത്? ആരെഡിറ്റ് ചെയ്തോണ്ട് തന്നത്? പിന്നെ ആരെഡിറ്റ് ചെയ്തോണ്ട് തന്നെന്ന് പറ. എന്താ സമാധാനപ്പെടെ? ഇത്ര നേരം സമാധാനത്തിലാണോ സംസാരിച്ച? പിന്നെ നിങ്ങളിവിടെ ആരും അറിയണ്ട, മേളിൽ പോയി സംസാരിക്കുന്ന പറയേണ്ട ആവശ്യം എന്തിനാണ്? നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ട് എന്തൊരു ഉദ്ദേശത്തിൽ എഡിറ്റ് ചെയ്തു? പിന്നെ ആരെഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് എന്നത് പറ. പിന്നെ ആരാണ് എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എടുത്തത്? സ്വാതന്ത്ര്യ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു യുവാവ് കിഡ്നി സ്റ്റോണിന് സ്കാനിംഗ് നടത്തുന്നു. ഗർഭപാത്രം ഉണ്ടെന്ന സ്കാനിംഗ് റിപ്പോർട്ട് ലഭിക്കുന്നു. അത് മറ്റൊരു ആശുപത്രിയിൽ കാണിക്കുമ്പോഴാണ് ഈ പിഴവ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജനുവരിയിൽ നടന്ന സ്കാനിംഗ് ആണ്, ഫെബ്രുവരിയിൽ നടന്ന സ്കാനിംഗ് ആണെന്നല്ലേ മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ എന്താണ് ഇത്ര വൈകി ഈ വിവരം പുറത്തു വരുന്നത്? സ്മൃതി, ഒരു പുരുഷൻ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ കിഡ്നി സ്റ്റോൺ ആണോ വൃക്കയിൽ കല്ലാണോ എന്നൊരു സംശയം തോന്നുന്നു. സ്കാൻ ചെയ്യാൻ ആശുപത്രി അധികൃതർ തന്നെ പറയുന്നു, സ്കാൻ ചെയ്യുന്നു. പിന്നീട് സ്കാനിംഗ് റിപ്പോർട്ടുമായിട്ടൊരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഗർഭപാത്രത്തിന് മറ്റു കുഴപ്പമൊന്നുമില്ല എന്നാണ് സ്കാനിംഗ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളാണ് ആശുപത്രിയിൽ പോകുന്നതെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംഭവം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വരുമെങ്കിലും ഗുരുതരമായ പിഴവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ പരാതി നൽകിയതാകട്ടെ തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ ഷിഹാസ് എന്ന ആളാണ്. ഷിഹാസിന് 24 വയസ്സാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് ഷിഹാസ് അത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. വയറുവേദനയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് കിഡ്നി സ്റ്റോൺ ആണോ എന്നൊരു സംശയം തോന്നി. സ്കാൻ ചെയ്യാൻ ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ 16-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ എത്തുന്നു. അവിടുത്തെ സ്കാനിംഗ് സെന്ററിൽ തന്നെ 2500 രൂപയോളം അടച്ച് സ്കാനിംഗ് ചെയ്യുന്നു. സ്കാൻ ചെയ്തതിന് ശേഷം ആ സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് വൈകി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മരുന്നും മറ്റ് വേദനയ്ക്കുള്ള മരുന്നും ഒക്കെ വാങ്ങിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ മരുന്നൊക്കെ കഴിച്ചിട്ടും വേദനയ്ക്ക് ഒരു കുറവ് വന്നില്ല. എന്നാൽ മറ്റൊരു ഡോക്ടറെ കാണിച്ചേക്കാം, അന്ന് ചെയ്ത സ്കാനിംഗ് റിപ്പോർട്ട് കൂടി വാങ്ങിച്ച് ഡോക്ടറെ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് സ്കാനിംഗ് റിപ്പോർട്ടും വാങ്ങി മറ്റൊരു ഡോക്ടറെ, അതൊരു ഹോമിയോ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ചെന്നപ്പോഴാണ് അതൊരു സ്ത്രീയുടെ റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാകുന്നത്. പേരും വിവരവും വയസ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് യൂട്രസിന്റെ അടക്കം വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതൊരു പുരുഷന്റേതല്ല, മറിച്ചൊരു സ്ത്രീയുടെയാണ്, റിപ്പോർട്ട് മാറിയാണ് നൽകിയത് എന്ന് മനസ്സിലായത്. അങ്ങനെ അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത് ഇങ്ങനെ റിപ്പോർട്ട് മാറിയെന്ന്. അങ്ങനെ തിരികെ ഇവിടെ വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്തത്. അന്വേഷിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ തിരികെ നൽകിയിട്ടുണ്ടാകുമല്ലോ, കിഡ്നി സ്റ്റോണിന്റെ റിപ്പോർട്ട് ആ സ്ത്രീക്ക് നൽകിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? അക്കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല സ്മൃതി. നിലവിൽ ഇപ്പോൾ ഈ പരാതിയുമായി എത്തിയിരിക്കുന്നത് 24 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഈ ആശുപത്രിയിൽ എത്തി ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ഇവർ തട്ടിക്കയറുകയാണ് ചെയ്തത്. പിന്നീട് ഈ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും ഈ പിഴവ് മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവരെ കയ്യിലിരുന്ന റിസൾട്ട് വാങ്ങുകയും ചുരുട്ടിക്കൂട്ടി കളയുകയുമാണ് ചെയ്തത്. പിന്നാലെയാണ് നമ്മൾ ആദ്യം ആ കണ്ട ദൃശ്യങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ അവിടെ തന്നെ നടക്കുന്നത്. വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു. തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആശുപത്രി സൂപ്രണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചോ? നിലവിലിപ്പോൾ ഈ നമുക്ക് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു പ്രിന്റിംഗ് പിഴവാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയൊരു പിഴവ് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല സ്മൃതി. എന്തായാലും ഇതുമായി ബാധ്യത നൽകിയിട്ടുണ്ട്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രാഥമികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് ഉണ്ടായത്, ലാബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
പുതിയ റിസൾട്ട് നൽകിയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്ന റിസൾട്ട് കൃത്യമാണോ എന്നുള്ളതിലും ഒരു സംശയമുണ്ട്. കാരണം ഫെബ്രുവരി 16 എടുത്ത ഒരു സ്കാനിംഗ് റിപ്പോർട്ടാണ്. അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് ഇന്ന് നൽകാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം കൂടി എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലൊരു റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായ റിസൾട്ട് ആണോ അത് ഈ പരാതിക്കാരന്റെ തന്നെ ആണോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. അതൊക്കെ തന്നെയും അറിയണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിലെ എന്തായാലും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ആശുപത്രി അധികൃതരും ഒക്കെ തന്നെയും അന്വേഷണം മറുപടി പറയേണ്ട വിഷയം തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ സാന്ത്വന സാജുവാണ് ഈ വിചിത്രമായ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.